ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രംപോളിയൻ പാർക്കിലൊക്കെ ഇവാനെ കളിച്ചതിന് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിച്ചാടി കയറിയാണ് അടുത്ത സ്ഥലത്തേക്ക്. അടുത്ത സ്ഥലം എവിടാണെന്ന് കണ്ടോ? സ്നോ വേൾഡ്. സ്നോ വേൾഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും എങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്കെന്ന്. ഇതിന് മുമ്പിട്ട് കുറച്ച് നാൾ മുമ്പേ നമ്മൾ സെർച്ച് ചെയ്ത് ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ മോന് കുഞ്ഞായതുകൊണ്ട് അവനെ കൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. കാരണം സ്നോ വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഭയങ്കര തണുപ്പേറിയ സ്ഥലമായിരിക്കും. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് അധികം നല്ല ഒരു സംഭവം തന്നെ അല്ല. അങ്ങനെ എൻട്രി ചെയ്തപ്പോൾ തന്നെ നമുക്ക് കുറേ കോട്ടും കുറേ ഷൂവും അതും ജാക്കറ്റും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവന് കയറിയെങ്കിലും പക്ഷേ വളരെ പാകത്തിനായിട്ടുള്ള സംഭവങ്ങളല്ലാത്ത കാരണം അവൻ്റെ കാലിൽ ഷൂ ഒന്നും ഇരിക്കുന്നില്ല. അങ്ങനെ അവനെ കൊണ്ട് കയറിയത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഇത്രയും കുഞ്ഞു പിള്ളേരെയും കൊണ്ട് കയറുന്നത് കുറച്ച് പാളുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആരെങ്കിലും ഈ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് കയറുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചതിന് ശേഷം കയറുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് അവർക്ക് അത്ര അങ്ങോട്ട് എഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറും ഇറങ്ങും അങ്ങനെയൊക്കെ ഇങ്ങനെ നിന്ന് അവസാനം കയറി. എൻ്റെ കുറേ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി നമുക്ക് വല്ലതും കഴിക്കണ്ടേ? അങ്ങനെ നേരെ ഞങ്ങൾ പോയത് മല്ലു സ്റ്റോറീസിലായിരുന്നു. അവിടെ ചെന്നപ്പോഴും കണ്ട കാഴ്ച കണ്ടോ, ഒരു ഇലക്ഷന് പോലും ഇത്ര ആൾക്കാർ കാണത്തില്ല, അത്രമാത്രം ആൾക്കാരായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ, നമുക്ക് ടോക്കണൊക്കെ കിട്ടിയപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സിസ്ലർ കഴിക്കാനാണ്. സിസ്ലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ഈ സിസ്ലർ ബ്രൗണി ഐസ്ക്രീമിൻ്റെ ഒക്കെ അതിൻ്റെ തന്നെ ഫുഡ്, അതൊരു വെറൈറ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 തരം സിസ്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറയെ മാക്കം നമ്മൾ കഴിച്ചതിന് ശേഷം അങ്ങനെ നല്ലൊരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും വാലന്റൈൻസ് ഡേ ആഘോഷിച്ച് കാണുമല്ലോ. അഥവാ ആഘോഷിക്കാത്തവരാണെങ്കിൽ അടുത്ത വർഷം ഉറപ്പായിട്ട് ആഘോഷിക്കണം. കാരണം നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളൊന്നും നമ്മൾ മിസ് ചെയ്ത് കളയരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോയേച്ചുമരം. ഓക്കെ.